What's up guys, Shrivin here from Yumi and Tech. Welcome to our latest video. So Pixel 6 series launch ആയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. Pixel 6 series ഇന്ത്യയിൽ ലോഞ്ച് ആയില്ലോ എന്നാലോചിച്ച് ഡിസപ്പോയിന്റഡ് ആയ ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ Pixel 6ന്റെ വില നമ്മുടെ Amazon.in നോക്കിയിട്ട് അന്തം വിട്ടു പോയിട്ടുള്ള ആരെങ്കിലും ആണോ നിങ്ങൾ? പുതിയൊരു പിക്സൽ ഡിവൈസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കാത്തിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ I have a happy news for you. There is a high chance that Pixel 6a will be launching in India very very soon. Yes. Let's discuss about Pixel 6a. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മറ്റൊന്നല്ല, ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മലയാളം ടെക് കണ്ടന്റ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്യണതൊക്കെ നമുക്കും ഒരു മോട്ടിവേഷൻ ആണല്ലോ, അല്ലേ? ആണ്. സോ എന്തായാലും അധികം ടൈം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ റീസെന്റ് ആയിട്ടുള്ള ലീക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പിക്സൽ 6a കോഡ് നെയിം ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട്. ബ്ലൂ ജെ എന്നാണ് ഈ കോഡ് നെയിമിന്റെ പേര്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഔട്ട് ആയിട്ടുള്ളത് ഉടനടി തന്നെ ഈ ഡിവൈസ് ഇന്ത്യയിൽ BIS ലിസ്റ്റിംഗിൽ വരും എന്നുള്ളതാണ്. സോ BIS സർട്ടിഫിക്കേഷനും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും ഉടനടി ഈ ഡിവൈസ് വരും എന്നുള്ളത്. ഇതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിക്സൽ 6a ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. സോ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗിൽ പിക്സൽ 6a ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് ദ സക്സസ് ഓഫ് പിക്സൽ 4a. പിക്സൽ 4a ശേഷം ഇന്ത്യയിൽ ഒരൊറ്റ പിക്സൽ ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല. പിക്സൽ 4a 5G ലോഞ്ച് ആയി, പിക്സൽ 5, പിക്സൽ 5a, പിക്സൽ 6, പിക്സൽ 6 Pro ഇതൊന്നും തന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. സോ ഇന്ത്യയിലെ പിക്സൽ ആരാധകരെ വെച്ച് നോക്കുമ്പോൾ അത് എന്താ പറയുക, കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സോ ലിമിറ്റഡ് ആയിട്ടുള്ള ചില കൺട്രീസിൽ മാത്രമാണ് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പിക്സൽ ഫോൺസ് വന്നിട്ടുള്ളത്. മറ്റൊരു മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ്. സോ US-ലുള്ള പിക്സൽ ഡിവൈസുകളുടെ പ്രൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിലി 10,000 to 15,000 rupees ഹയർ പ്രൈസിലാണ് ഇന്ത്യയിൽ മെയിൻലി ഫ്ലാഗ്ഷിപ്പ് പിക്സൽ മോഡൽസ് എല്ലാം ലോഞ്ച് ചെയ്തിരുന്നത്. സോ ഇത് ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബാക്കി ആൻഡ്രോയിഡ് ഡിവൈസുകളുടെ പ്രൈസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. പിക്സൽ 4a ലോഞ്ച് ചെയ്തപ്പോൾ ഇറ്റ് വാസ് അറൌണ്ട് 40,000, 39,000 to 40,000. പിന്നീട് ഒരു 30,000, 32,000 അടുത്തേക്ക് ഈ പ്രൈസ് കുറയുകയും ചെയ്തു. സോ ഈ ഒരു പ്രൈസ് ഡ്രോപ്പിന് ശേഷം പിക്സൽ 4a വാസ് വെരി വെരി സക്സസ്ഫുൾ. പലരും ഈ റീസെന്റ് ടൈംസിൽ വരെ പിക്സൽ 4a വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവൻ ദോ 5G ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിലും, ഇവൻ ദോ വലിയൊരു പ്രോസസ്സിംഗ് സ്പീഡ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിനും ആ ഒരു ക്യാമറ പെർഫോമൻസിനും വേണ്ടി പലരും ഇന്നും പിക്സൽ 4a വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അപ്പോൾ ഗൂഗിളിന് ഒരു കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ട്, ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകൾ ഇവിടെ അത്ര സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിലും അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ള A സീരീസ് ക്യാൻ ബി വെരി വെരി സക്സസ്ഫുൾ. സോ എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പിക്സൽ 6 ഡിസൈൻ വളരെ യൂണീക്കാണ്, വളരെ അട്രാക്റ്റീവ് ആണ്. ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ലുക്ക് തന്നെയാണ്. കഴിഞ്ഞ വേരിയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ് പിക്സൽ 6 സീരീസിൽ ഗൂഗിൾ ഈ ഡിവൈസിന് കൊടുത്തിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ സിമിലർ ഡിസൈൻ ലാംഗ്വേജിൽ നമുക്കൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ലഭിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഓസം. പിക്സൽ 6a പ്ലാസ്റ്റിക് ബിൽഡ് ആയിട്ട് വരുന്ന ഒരു ഫോൺ ആയിരിക്കും. പിന്നെ മറ്റേ വളരെ അട്രാക്റ്റീവ് ഉള്ള ഒരു ബ്ലാക്ക് കളർ വൈസർ ഒക്കെ ഉണ്ടല്ലോ, സോ അതെല്ലാം തന്നെ ഇവിടെ ഈ ഡിവൈസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഡിസ്പ്ലേ നമുക്കിവിടെ ലഭിക്കാൻ പോകുന്നത് 6.2 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. സോ കുറച്ചും കൂടി ചെറിയൊരു ഫോൺ ആയിരിക്കും, ഒരു സിംഗിൾ ഹാൻഡ് യൂസിനെല്ലാം വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും പിക്സൽ 6a. മോസ്റ്റ് പ്രോബബിളി ഇതൊരു 60 Hz ഡിസ്പ്ലേ തന്നെയായിരിക്കും. സോ പിക്സൽ 6 ആൻഡ് പിക്സൽ 6 Pro എടുത്തു നോക്കി കഴിഞ്ഞാൽ 50 MP ഒരു പ്രൈമറി സെൻസർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിക്സൽ 6a വരുമ്പോൾ അവിടെയും ഒരു കോസ്റ്റ് കട്ടിംഗ് അല്ലെങ്കിൽ ഒരു ടോൺ ഡൗൺ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 12.2 MP സോണി IMX363 എന്ന് പറയുന്ന സെൻസർ ആണ്. ഇത് സെയിം സെൻസർ ആണ് ഇതുവരെ പിക്സൽ 4, പിക്സൽ 4a, പിക്സൽ 5, പിക്സൽ 5l എല്ലാം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം സിമിലർ സെൻസർ തന്നെയാണ് പിക്സൽ 6aലും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഗൂഗിൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഈ സെൻസർ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ സെൻസർ തന്നെയാണ് എന്നുള്ളത്. പിന്നെ ഒരു സെക്കൻഡറി സെൻസർ ആയിട്ട് 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 MP ഒരു സെൽഫി ഷൂട്ടറും നമുക്ക് കാണാം. 4800 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയുമായിട്ടാണ് പിക്സൽ 6a വരാൻ പോകുന്നത്. ഏറ്റവും ഹൈലൈറ്റ് സ്പെക് ഓഫ് പിക്സൽ 6a ഡെഫിനറ്റ്ലി ഇതിന്റെ പ്രൊസസ്സറാണ്. പിക്സൽ 6 Proയിലും പിക്സൽ 6ലുമുള്ള സെയിം ഗൂഗിൾ ടെൻസർ ചിപ്സെറ്റ് തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഡിവൈസിലുള്ള സെയിം സെൻസർ നമ്മുടെ പിക്സൽ 6ലും യൂസ് ചെയ്യുന്നതിലൂടെ സിമിലർ പ്രോസസ്സിംഗ് പവർ, സിമിലർ കേപ്പബിലിറ്റി അല്ലെങ്കിൽ സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഡിവൈസിലും കാണാൻ സാധിക്കും. ഗൂഗിളിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത
ചെയ്തിട്ടുള്ള ഈ ഒരു ചിപ്സെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും മെഷീൻ ലേണിംഗിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതേപോലെയുള്ള പല പല ഗംഭീര ഫീച്ചേഴ്സും കേപ്പബിലിറ്റീസും ഉള്ള ഒരു പ്രൊസസ്സർ അല്ലെങ്കിൽ ഒരു ചിപ്പ് ആയിരിക്കും ടെൻസർ എന്ന് പറയുന്നത്. സോ സെയിം ചിപ്സെറ്റ് നമുക്ക് പിക്സൽ 6a ലഭിക്കുന്നു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് തിങ്. സോ ഇതൊക്കെയാണ് പിക്സൽ 6a ഇതുവരെ ഔട്ട് ആയിട്ടുള്ള ന്യൂസും സ്പെസിഫിക്കേഷൻസും എല്ലാം തന്നെ. സോ എന്തായാലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള പല സോഴ്സുകളും ഒരേ സ്വരത്തിൽ പറയുന്നു പിക്സൽ 6a ഈസ് ഗോയിങ് ടു കം ടു ഇന്ത്യ വെരി വെരി സൂൺ. ഇതുവരെയുള്ള ഒരു ട്രഡീഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് പിക്സൽ 6a ഒരു ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാം. സോ അതിനോടുകൂടി തന്നെ ഇന്ത്യയിലും ഈ ഫോൺ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇനി പ്രൈസിങ്ങിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അറൌണ്ട് 40,000 and 45,000 ആ ഒരു റേഞ്ചിലാണ്. ബട്ട് ഇൻ കേസ് ഗൂഗിൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് ഇന്ത്യയിൽ ഈ ഫോൺ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് ദ സെയിം സക്സസ് ഓഫ് പിക്സൽ 4a. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് വീഡിയോ. ടിൽ ദെൻ